നമസ്തേ ധ്വനിയത്ര. ഈ പപ്പു ജോക്കറിന്റെ ഒരു കാര്യം നോക്കണേ. 2020 മോദിജിയുടെ ഒരു ഫോൺ കോളിന്റെ പിന്നാലെയാണ് അയാൾ ഇപ്പോൾ. പാർലമെന്റിൽ ഒരു കാര്യം ചർച്ച ചെയ്യാൻ അയാൾ അനുവദിക്കില്ല. ചുമ്മാ ഇങ്ങനെ കലപിലാന്ന് പറഞ്ഞ് വെറുതെ മറ്റുള്ളവരുടെ സമയം മെനക്കെടുത്തുന്ന ഒരു മനുഷ്യൻ. ഇതിനെക്കുറിച്ച് നിതിൻ മോളി എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയത് ഞാൻ പറയാറോ. എപ്പോഴും ഇയാൾ ഈ പുസ്തകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറയും, ഇത് നരവനയുടെ പുസ്തകമാണ്, ഇത് ആർക്കും വായിക്കാൻ സാധ്യമല്ല, മോദിജിയും രാംനാഥ് സിംഗും ഇതിൽ ഭയപ്പെടുന്നു എന്ന്. ഇത് പുതിയ വിഷയമൊന്നല്ലോ, ഇത് പഴയ വിഷയമാണ്. എന്താണ് ഈ വിഷയം എന്ന് ഞാൻ പറയാം. കരസേനാ മേധാവിയായിരുന്നു ജനറൽ നരവൻ. 2020 ജൂൺ 15 ചൈനീസ് പട്ടാളം ടാങ്കറുകളുമായിട്ട് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ കയറി. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ബോംബും തോക്കുമായിട്ട് അതിർത്തിയിൽ നിന്ന് മറുപടി പറയുന്ന സിറ്റുവേഷൻ അല്ല ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയിൽ. 1996 അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലഘട്ടത്തിലും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയുടെ ഒരു എഗ്രിമെന്റ് ഉണ്ട്. ആ എഗ്രിമെന്റിൽ പറയുന്നത് ആയുധങ്ങൾ പാടില്ല എന്നും കൈകൊണ്ടുള്ള അഭ്യാസങ്ങളെ പാടുള്ളൂ എന്നുമാണ്. അപ്പൊ ചൈന ഇന്ത്യയുടെ അതിർത്തി കടന്ന് ടാങ്കറുമായിട്ട് വന്ന സമയത്ത് തിരിച്ചെന്ത് ചെയ്യണം എന്നറിയാതെ കരസേനാ മേധാവി പ്രതിരോധ മന്ത്രാലയത്തിന് കോൾ ചെയ്തു. അങ്ങനെ പ്രതിരോധ മന്ത്രാലയവും മോദിജിയും കൂടി ചർച്ചയൊക്കെ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നരവനയെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് മോദിജി പറഞ്ഞു, ജോ ഉചിത് സംജാവോ കരോ എന്ന്. ആയുധം എടുക്കാൻ സാധിക്കില്ലാത്ത സ്ഥിതിക്ക് താങ്കൾക്ക് ഉചിതമായത് ചെയ്യാമെന്ന് പറഞ്ഞു. അതോടെ 2 കാര്യങ്ങളിലാണ് തീരുമാനമായത്. പിന്നീട് മോദി തീരുമാനിച്ചു, ആർമി ചീഫായിരുന്ന വിപിൻ റാവത്തിന്റെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞപ്പോൾ പുതിയ ജനറലായിട്ട് മുകുന്ദ് നരവനെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും മോദി ഗവൺമെന്റ് ജനറലായിട്ട് അനിൽ ചൌഹാനെയാണ് ചീഫായി നിയമിച്ചത്. ചൈനയുടെ ആദ്യ മണിക്കൂറിലെ വിജയം തന്നെയാണ് അതിന് കാരണം. പിന്നല്ലാതെ എന്ത് ചെയ്യാനാ? ശത്രു അതിർത്തി കടന്ന് നമ്മുടെ രാജ്യത്തേക്ക് വരുമ്പോൾ ഒരു ഉചിതമായ തീരുമാനം അപ്പോൾ എടുക്കാൻ സാധിക്കാതെ ചുമ്മാ ഫോൺ വിളിച്ച് നടന്ന് സമയം കളയുന്ന ഒരു മേധാവിയെ പിന്നീട് ചോദ്യം ചെയ്യപ്പെട്ടു. അത്ര തന്നെ. നരവണയുടെ ആരോപണം കേട്ടില്ലേ? 2 മണിക്കൂർ എടുത്തു അത്രേ പ്രധാനമന്ത്രി തിരിച്ച് മറുപടി നൽകാൻ. ഒരു ന്യൂക്ലിയർ രാജ്യത്തിനെതിരെ ആക്ഷൻ എടുക്കുമ്പോൾ 2 മണിക്കൂർ ആലോചിക്കാനുള്ള സമയമെങ്കിലും പ്രധാനമന്ത്രിക്ക് എടുത്തൂടെ? ആ ടാങ്കർ തടയാനുള്ള വിവേകം പോലും ഒരു മേധാവിക്ക് ഇല്ലാതെ പോകുക എന്ന് പറയുന്നത് ഖേദകരം തന്നെയാണ്. 2008 മുംബൈ അറ്റാക്ക് നടക്കുന്ന സമയത്ത് NSG കമാൻഡോസ് എത്തി. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെയ്യുമെന്ന് പറയാൻ ഒരാളും ഉണ്ടായിരുന്നില്ല. അന്നത്തെ പ്രതിരോധ മന്ത്രി AK ആന്റണി ആയിരുന്നു. കമാന്ന് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. ആ ടീംസാണ് ഇപ്പോൾ ഈ കോമാളിത്തരം മുഴുവൻ കാണിക്കുന്നത്. തല വെട്ടിയാൽ പോലും കൈ പൊക്കി ഒന്ന് കൊടുക്കാൻ ഡൽഹിക്ക് വിളിക്കേണ്ട ഗതികെട്ട അവസ്ഥയിലായിരുന്നു അന്ന്. അതൊക്കെ മാറിയതേ മോദിജി വന്നതിന് ശേഷമാണ്. അതിനുശേഷമാണ് ആർമിക്ക് ഫ്രീ ഹാൻഡ് കൊടുക്കുന്നത്. ഓർമ്മയില്ലേ ഓപ്പറേഷൻ സിന്ദൂറിൽ ആർമിക്ക് ഫ്രീ ഹാൻഡ് മോദിജി നൽകിയത്? എവിടെ, എപ്പോ, എങ്ങനെ അടിക്കണമെന്ന് ആർമി ചീഫാണ് തീരുമാനിക്കുന്നത്. അത് അപ്പോ തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അത്ര തന്നെ. ഓപ്പറേഷൻ സിന്ദൂറിൽ എന്ത് നടന്നു, പാകിസ്ഥാനിൽ എന്ത് ചെയ്തു എന്ന് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തന്നത് ആർമി ചീഫ് ഓഫീസറാണ്, മോദിജിയല്ല. അതാണ് ആ ഫ്രീ ഹാൻഡ് എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ശരിയായ മാർഗം. അതിനുവേണ്ടിയാണ് 3 സേനയെയും യോജിപ്പിച്ചുകൊണ്ട് അതിനൊരു ചീഫിനെ മോദിജി നിയമിച്ചിരിക്കുന്നത്. ആ ഫോൺ കോളിന് ശേഷം ചൈനീസ് അതിർത്തിയിലേക്ക് നമ്മുടെ ടാങ്കുകൾ ഓടിച്ചു കയറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സംഘർഷങ്ങളെല്ലാം കഴിഞ്ഞ് ചർച്ചകൾക്കൊടുവിൽ ആ ഭൂമി പഴയപടിയായി. ഇതാ മേധാവി മുകുന്ദ് നരവനെ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ അവിടെ അയാളുടെ മനോഭാവം ഒരു കോൺഗ്രസ്സുകാരന്റെ ആയിപ്പോയി. അതാ പ്രശ്നം. അതിർത്തി കടന്ന് ഒരുത്തന്നെ ആക്രമിക്കാൻ വരുമ്പോ വടിയെടുക്കടാ, കുനിഞ്ഞു നിന്ന് കൂമ്പിനിടിക്കടാ, കണ്ണിലെ മണ്ണ് വാരിയെറിയടാ എന്നൊക്കെ മോദിജി പറഞ്ഞാലേ ചെയ്യൂ എന്നാണ്. അതാണോ ഒരു മേധാവി? അതാണോ ഒരു ചീഫ്? ഞാൻ പറയുന്നത് വരെ ഒന്നും ചെയ്യരുത് എന്ന് മോദിജി പറഞ്ഞു എന്നാണെങ്കിൽ ഈ ജോക്കർ പപ്പു പറയുന്നതിൽ കഴമ്പുണ്ട് എന്നെടുക്കാം. ഇത് ഇന്ത്യക്കാരെ മൊത്തത്തില് മണ്ടന്മാരാകുകയല്ല ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ ഈ പപ്പു ഗാന്ധിക്ക് എന്താ പറയാ, 100 പേര് അയാൾ പറയുന്നത് കേൾക്കും, അതിൽ 2 പേര് അയാളുടെ കൂടെ നിൽക്കും, ബാക്കി 98 പേരും അയാൾക്ക് എഗൈൻസ്റ്റ് ആയിട്ട് നിൽക്കും. ഇതൊക്കെയാണ് ആ പുസ്തകത്തിലുള്ളത്. ഇതിനാണ് കൂടെ ഈ പുസ്തകവും പൊക്കിപ്പിടിച്ച് മോദിജിയും രാംനാഥ് സിംഗും ഈ പുസ്തകത്തെ ഭയക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഈ കോമാളിത്തരം ആ ലോക്സഭയുടെ മുമ്പിലിരുന്ന് കാണിക്കുന്നത്.